ബന്ധപ്പെട്ടാണ്. ദുബായ് ജബൽ അലി തുറമുഖം അങ്ങേയറ്റം എക്കണോമിക്കലി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ തുറമുഖമാണ്. ജബൽ അലി തുറമുഖത്തും ആക്രമണം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തം ഉണ്ടായി. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ദുബായിലെ ജബൽ അലി ആണെങ്കിലും വിമാനത്താവള മേഖലയാണെങ്കിലും ഇവിടെയെല്ലാം ഇറാന് ഡയറക്റ്റ് ഹിറ്റ് അല്ല ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന അമേരിക്കൻ ബേസുകൾ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും അത് ഈ പറയുന്ന തടയാൻ ശ്രമിക്കുമ്പോൾ, ഇത് പറയുന്ന ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡെബ്രീസ് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളാണ്, അതായത് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതൽ. അല്ലാതെ ഈ നിമിഷം വരെ ഇത്തരത്തിൽ ഇറാൻ ഡയറക്റ്റായി ജനവാസ മേഖലയിൽ അറ്റംപ്റ്റ് ചെയ്ത പോലെയോ സ്ട്രൈക്ക് ചെയ്തതായ വിവരങ്ങൾ നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നില്ല. പല അപകടങ്ങളിലും അല്ലെങ്കിൽ പല തീപിടുത്തം അടക്കം പല പല സ്ഫോടനങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ജനവാസ മേഖല ആക്രമിച്ചിട്ടില്ല. ഈ ജനവാസ മേഖലയെ മനഃപൂർവ്വം തന്നെ ആക്രമിക്കുന്നതാണ്. കാരണം ഇറാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ. അവിടുത്തെ സിവിലിയൻസിൻ്റെ ജീവിതം അവർക്കും വളരെ പ്രധാനമാണ്. ആ രീതിക്ക് തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇറാൻ ലക്ഷ്യം വെച്ചത് ഈ പറഞ്ഞതുപോലെയുള്ള ബേസ് ക്യാമ്പുകളെയാണ്, മിലിറ്ററി ക്യാമ്പുകളെയാണ്. ഇനി കൂടുതൽ യുദ്ധം ശക്തമാവുമ്പോൾ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന ഇറാൻ്റെ റിട്ടാലിയേഷൻ, തിരിച്ചടി, കൗണ്ടർ അറ്റാക്ക് ഇങ്ങനെ ആയിരിക്കുമോ എന്ന കാര്യത്തിലാണ് സംശയം. ഇങ്ങനെയല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിപത്തിന് കാര്യങ്ങൾ വഴിവെക്കും. കാരണം ഈ പറയുന്ന ഇപ്പോഴും നിലവിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മണിക്കൂറുകളും ഇസ്രായേലിൽ നിന്നടക്കം വലിയ മിസൈലുകളും ഈ പറയുന്ന മിസൈലുകൾ ഇറാൻ്റെ പല നഗരങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് രീതിയിൽ പോകുന്നതിനിടയിൽ മിഡിൽ ഈസ്റ്റിലും അതേസമയം ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വ്യാപ്തി ഇനി അങ്ങോട്ട് കൂടുതൽ ഇന്ത്യയിലേക്ക് മാറുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ഇപ്പോൾ റഹീസ് കൂടി ദുബായിൽ നമ്മുടെ വിവരങ്ങൾ പറയുന്നു. റഹീസ്, ഈ ദുബായ് ജബൽ അലി തുറമുഖത്ത് ആക്രമണം നടന്നു എന്ന് പറയുന്നു. അതായത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ മേഖലയിൽ ഇറാൻ ഡയറക്റ്റായി ഹിറ്റ് ചെയ്തെന്ന് നമുക്കിതിലൂടെ പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരിട്ടുള്ളൊരു ആക്രമണം നടന്നു എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ അവശിഷ്ടങ്ങൾ വീണ് അപകടമുണ്ടാകുന്നു, അതിലൂടെ തീപിടുത്തമുണ്ടാകുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ UAE ഓരോ കാര്യങ്ങളെയും സ്ഥിരീകരിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. അതായത് അബുദാബി വിമാനത്താവളത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ഇത്തരത്തിലാണ് അത് വിശദീകരിക്കുന്നത്. അബുദാബി വിമാനത്താവളത്തിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ദുബായ് വിമാനത്താവളത്തിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു ബ്ലാസ്റ്റിന്റെ ഭാഗമായി ഏതാണ്ട് അവശിഷ്ടങ്ങൾ ഈ ഡിഫ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവശിഷ്ടങ്ങൾ പതിച്ച് അത് മുഖാന്തരം ഒരു അപകടം ദുബായ് വിമാനത്താവളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അബുദാബി വിമാനത്താവളത്തിലും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു, അതിലൊരു മരണം ഉണ്ടായിരിക്കുന്നു എന്ന് UAE പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ചത് അല്ലെങ്കിൽ ഈ ഇറാന്റെ പ്രത്യാക്രമണം ആരംഭിച്ചതിന് ശേഷം UAE രണ്ടാമതുണ്ടാകുന്ന മരണമാണ്. ഇതും ഒരു ഏഷ്യൻ വംശജനാണ് മരിച്ചത് എന്നുള്ള വിവരം. നേരത്തെ ഉച്ചയ്ക്കൊരു അബുദാബിയിൽ തന്നെ ഒരു പാകിസ്ഥാൻ സ്വദേശി മരിച്ചിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ അബുദാബിയിൽ മറ്റൊരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ വിവരമാണ് അബുദാബിയിൽ നിന്ന് സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും ഇത് നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ജബൽ അലി തുറമുഖത്തുണ്ടായ ഈ ആക്രമണം. അവിടെ വലിയ തോതിൽ തീയും പുകയും ഒക്കെ ഉണ്ടായി എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ആക്രമണം ഉണ്ടായതായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ UAE ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് UAE പറയുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ കുറച്ച് കണക്കുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിൽ ഏതാണ്ട് 10-നകത്ത് മാത്രം വരുന്ന നിലയ്ക്ക് മിസൈലുകളും ഡ്രോണുകളും ആണ് അത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്, അതായത് നിർവീര്യമാക്കാൻ കഴിയാതിരുന്നത്. ആ നിർവീര്യമാക്കാൻ കഴിയാതിരുന്ന ഡ്രോണുകളിൽ പലതും കടലിലാണ് പതിച്ചത് എന്ന് പറയുന്നു. മറ്റുള്ളതൊക്കെ ജനവാസ മേഖലയിലല്ല എന്ന് പറയുന്നു. ഈ ഡെർബീസ്, അതായത് ഈ അവശിഷ്ടങ്ങൾ വീണ് ഉണ്ടായ അപകടങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എന്ന് UAE പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നു. ഈ ആക്രമണത്തിന്റെ ഭാഗമായി അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു. അബുദാബി വിമാനത്താവളത്തിലും ഇത്തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ആക്രമണത്തിന്റെ അലയൊലികൾ ഈ വിമാനത്താവളത്തിനെ ബാധിക്കുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ 2 വിമാനത്താവളങ്ങൾ
ഈ ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം, ഒപ്പം തന്നെ അബുദാബിയിലെ വിമാനത്താവളം, ഇത് രണ്ടിലും കൃത്യമായി ആക്രമണം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഭാഗമായി അവിടെയൊക്കെയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് കൂടി ഈ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അബുദാബിയിലും ദുബായിലും ഒക്കെ നമ്മൾ ഏതാണ്ടൊരു അമേരി 12:30ക്കും 1 മണിക്കും. റൈസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്രായേലും അമേരിക്കയും അടമന്റെ അവരുടെ ഡിസിഷൻ പറയുന്നുണ്ട്. അവർ പിന്നോട്ടില്ല, അവർ ലക്ഷ്യം കാണുന്നത് വരെ മുന്നോട്ട് തന്നെയാണ്. അതായത് യുദ്ധം വളരെ വേഗത്തിൽ നിന്നും തീരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ പറയുന്ന ഖമേനി ഭരണോട് താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ ഉറച്ചു കഴിഞ്ഞു. അതേസമയം ഇറാനെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ അടിച്ചാൽ അത് അമേരിക്കയ്ക്ക് കൊണ്ട പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക്, അത്തരത്തിലൊരു കൈ കടന്നൊരു രീതിയിലേക്ക് അവർ പോകുമ്പോൾ, നമ്മൾ ഈ ഘട്ടം വരെ ഈ പറയുന്ന പോലെ തന്നെ അടിച്ചാൽ അവർക്ക് ഫസ്റ്റ് പോയിന്റ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. ആ രീതിയിലേക്ക് അവർ തുനിയുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ജബലലി പോലെ പോർട്ടിൽ ആക്രമണം ഡയറക്റ്റ് അല്ലെങ്കിലും അവിടെ ആക്രമണം ഉണ്ടാകുന്നു, ചെറിയ രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, എയർപോർട്ടിന് സമീപം ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ എയർപോർട്ട്, ഈ തുറമുഖം എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സ്ട്രാറ്റജിക്കായി ഇമ്പോർട്ടൻ്റ് ഇടങ്ങളാണ്. ആ ഇടങ്ങളിലെല്ലാം വേറൊരു രാജ്യത്തിൻ്റെ മിസൈലുകൾ പതിക്കുമ്പോൾ, വേറെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ചെറു മെറ്റൽ പതിച്ചാൽ പോലും അത് പരമാധികാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. ആ രീതിക്ക് ഈ പറയുന്ന ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി ഉൾക്കൊണ്ടുള്ളൊരു യുദ്ധമായി മാറില്ലേ? പ്രത്യേകിച്ച് അമേരിക്ക ഈ ഒരു സമയം കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് സൗദി ഭരണാധികാരിയും UAE ഭരണാധികാരിയുമായൊക്കെ സംസാരിച്ചെന്ന് അനൗദ്യോഗികമായ വാർത്തകൾ കൂടി വരുന്നു. അങ്ങനൊരു കോമ്പാറ്റ് ഓപ്പറേഷൻ, അതായത് ഇസ്രായേലിനെയും ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഒപ്പം ഈ പറഞ്ഞ അറേബ്യൻ രാജ്യങ്ങൾ ചേർത്ത് കോമ്പാറ്റ് ഓപ്പറേഷൻ്റെ സാധ്യത അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ വലിയ പ്രത്യേകതകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ നിലവിൽ നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച്? നിലവിൽ രാവിലെ ഉണ്ടായ ആക്രമണങ്ങൾ, അതിനുശേഷം വൈകിട്ടോടുകൂടി ഇറാന്റെ ഭാഗത്തു നിന്നൊരു വന്നൊരു വിശദീകരണം എന്നൊക്കെ പറയുന്നത്, സ്വാഭാവികമായിട്ടും അത് തങ്ങൾ ഈ പറയുന്ന സൈനിക താവളങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്, ജനവാസ മേഖലകളെ ഒരു തരത്തിലും ലക്ഷ്യം വെച്ചിട്ടില്ല, അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് ആവർത്തിച്ച് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാത്രിയാകുമ്പോഴേക്കും പാം ജുമൈറ എന്ന ദുബായിയുടെ UAEയുടെ തന്നെ ഒരു മുഖമുദ്രയായിട്ടുള്ള കെട്ടിടത്തിന് അതിലാണ് കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തീപിടുത്തം ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട മേഖലകൾ, UAEയുടെ ഫോക്കൽ പോയിന്റുകൾ, ഇവിടെയൊക്കെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഒക്കെയും UAE തങ്ങളുടെ പരമാധികാരത്തിനെ ബാധിക്കുന്ന എന്ത് നീക്കം ഉണ്ടായാലും അതിനെ ചെറുക്കും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. തിരിച്ചടിക്കും എന്നുള്ള ഒരു പ്രതികരണം ഒരു ഘട്ടത്തിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ സൗദി ആയിക്കോട്ടെ, ആദ്യ പ്രതികരണം നടത്തിയ സൗദിയും പിന്നീട് UAEയും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയിൽ, സൗദി രാജാവും ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും ആയി നടത്തിയ ഒരു ചർച്ചയിൽ അത് കൂടുതൽ ചർച്ചകളിലേക്ക് നീർത്തി ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടാണ് സൗദി മുന്നോട്ട് വെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഒരു രീതിയിലും ഒരു ആക്രമണത്തിന്, സഖ്യം ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് സൗദി തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ആശയം, ആ ഒരു നിലപാട് മുന്നോട്ട് വെച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. UAEയുമായിട്ടും UAE പ്രസിഡന്റ് സായിദ് ബിൻ നെഹ്യാനുമായിട്ടുമൊക്കെ സായിദ് അൽ നെഹ്യാനുമായി നടത്തിയ ചർച്ചയിലുമൊക്കെ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് അദ്ദേഹവും പറഞ്ഞത് ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ്. പക്ഷേ ഇത്തരത്തിൽ രാത്രിയിൽ ആക്രമണങ്ങൾ മുറുകുമ്പോൾ, ഒപ്പം തന്നെ ജനവാസ മേഖലയെ അത് കാര്യമായി ബാധിക്കുമ്പോൾ, തീപിടുത്തമടക്കമുള്ള ഇത് സ്ഥിരമാകുമ്പോൾ, അതായത് അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന തീപിടുത്തമാണ് എന്ന് പറയുമ്പോഴും ആളപായം ഉണ്ടായി വരുമ്പോൾ, UAEയിലാണ് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായത്. അത് ഉച്ചയ്ക്ക് ഒരാൾ മരിച്ചു. ഇപ്പോൾ അല്പസമയം മുൻപും വിമാനത്താവളത്തിൽ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലപാടുകൾ നാളെ മാറുന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അത് ആ സമയത്ത് അതിനെ തെറ്റു കണ്ടെത്താൻ അതിന് കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. പ്രത്യേകിച്ച് ഒരു കോമ്പാക്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലാകും അത് ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ ഇതിലും വലിയ തോതിൽ അത് ബാധിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ആശങ്കയൊക്കെയും വലിയ തോതിൽ ഉയരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളത് പ്രധാനമായും നോക്കിക്കാണേണ്ട ഒന്നാണ്. ഈ എമിറേറ്റ്സ് രാജ്യങ്ങൾ അവർക്കിടയിൽ ആ ഭരണാധികാരികളൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ ഇപ്പോൾ ചർച്ച നടത്തി കഴിഞ്ഞു. ഇവർ പുറത്തുള്ള രാജ്യങ്ങളിൽ, ഈ GCC രാജ്യങ്ങളിലെ ഓരോ ഭരണാധികാരികളും തമ്മിലും ചർച്ച നടന്നു വരികയാണ്. ഈ
പലപ്പോഴും സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോഴും അത് UAE-യുടെ മുഖമുദ്രയായിട്ടുള്ള ഈ പറയുന്ന കെട്ടിടങ്ങളിലേക്കും ഈ പറയുന്ന അവരുടെ ഒരു ഫോക്കൽ പോയിന്റുകളിലേക്കും അവരുടെ പ്രൈഡ് മോണുമെന്റ്സിലേക്കും ബിൽഡിങ്സിലേക്കും ഒക്കെ അത് മാറുമ്പോൾ അത് ആത്മാഭിമാനത്തിനെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ പറയുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലേക്ക് ആക്രമണം അല്ലെങ്കിൽ ആക്രമണത്തിന്റെ അലയൊലികൾ ഉണ്ടായി. അവിടെ നാശനഷ്ടം ഉണ്ടാവുകയാണ്, അവിടെ കാഷ്വാലിറ്റി ഉണ്ടാവുകയാണ്, അവിടെ ആളുകൾ കൂടുതൽ പരിഭ്രാന്തരാവുകയാണ്. അപ്പോൾ ആ സാഹചര്യം കണക്കിലെടുത്ത് നാളെ രാവിലെ എടുക്കുന്ന ഒരു തീരുമാനം, ഇന്ന് രാത്രിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയെടുക്കുന്ന തീരുമാനം നിർണായകമാകും. കാരണം വൈകിട്ട് 6:30 ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിയ ഒരു അറ്റാക്കാണ് പിന്നീട് രാത്രി 12:30 വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കെട്ടിടത്തിനൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഡ്രോണുകൾ പായുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ആളുകൾ വളരെയധികം പാനിക്കായിരുന്നു. പ്രത്യേകിച്ച് അബുദാബിയിലേക്കൊക്കെ പോകുമ്പോൾ അത് ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങൾ അവർ കേട്ടു എന്ന് പറയുന്നുണ്ട്. ദൂരെ നിന്നും പുകയും തീയും ഒക്കെ ഉയരുന്നത് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി നാളെ എന്തായാലും UAE-യിൽ നിന്നും ഒപ്പം തന്നെ ഈ GCC രാജ്യങ്ങളൊക്കെയും ഒരു അഡമന്റ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകും, തീരുമാനത്തിലേക്ക് പോകും. അത് അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രായേലിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന നിലയിലേക്കാകുമോ എന്നുള്ള കാര്യം അത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ തങ്ങളുടെ ഏരിയ ഉപയോഗിച്ചുകൊണ്ട്, തങ്ങളുടെ ഒരു ടെറിട്ടറി ഉപയോഗിച്ചുകൊണ്ട്, തങ്ങളുടെ മണ്ണിൽ നിന്നോ വിണ്ണിൽ നിന്നോ തങ്ങളുടെ ജലപാതകൾ വഴിയോ ഒന്നും ഒരു നിലയ്ക്കും ഒരാക്രമണവും ഒരു രാജ്യത്തോടും നടത്തരുത് എന്നാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. സൗദിയും അതേ നിലപാടിൽ തന്നെയായിരുന്നു. അതിനേതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമോ, മാറ്റമുണ്ടാകുമോ എന്നൊക്കെയും കണ്ടറിയണം. എന്തായാലും ഈ രാത്രി ഉണ്ടായ അപകടം അത് UAE-യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. വൈകിട്ടൊക്കെയും ബഹ്റൈനിലായിരുന്നു കൂടുതൽ നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ ജനവാസ മേഖലയിലുമൊക്കെ അപകടം ഉണ്ടായതെങ്കിൽ രാത്രിയോടെ വരുമ്പോഴേക്കും അത് UAE-യിലെ പ്രധാനപ്പെട്ട പലയിടങ്ങളിലേക്കും അത് മാറുന്നു. 4-5 പോയിന്റുകളിൽ കാര്യമായ ഈ അവശിഷ്ടങ്ങൾ വീണിട്ടാണെങ്കിലും അത് ഈ പറയുന്ന ഈ ഡ്രോണുകളായിക്കോട്ടെ, മിസൈലുകളായിക്കോട്ടെ, അതൊക്കെ നിർവീര്യമാക്കിയ ശേഷം ആ ഒരു അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ടാകുന്ന അപകടങ്ങൾ പോലും കാര്യമായ രീതിയിൽ UAE-യുടെ അന്തസ്സിന്, അഭിമാനത്തിന് കോട്ടം തട്ടിക്കുന്നു എന്ന് തന്നെയാണ് UAE-യുടെ വിവിധ മന്ത്രാലയങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് പ്രതിരോധ മന്ത്രാലയമായാലും ആഭ്യന്തര മന്ത്രാലയമായാലും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ആവർത്തിച്ച് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നാളെ മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് മാറും. ഇപ്പോൾ നടക്കുന്ന ആക്രമണം അത് വലിയ തോതിൽ അതൊരു പ്രത്യാക്രമണം എന്ന രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ യുദ്ധത്തിലേക്കാകും വഴിവെക്കുക. ഇപ്പോൾ നിലവിൽ എന്തായാലും തങ്ങൾക്ക് നേരെ വരുന്ന യുദ്ധത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ ചെറുക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.